അത് പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ്സിലായാലും എല്ലാം ഇതൊരു കോമൺ പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യും ആ മാനേജ്മെന്റിന്റെ അടുത്ത്. പക്ഷെ അത് അവർ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് റെഡ് ഫ്ലാഗ് ആണ്. കേരളത്തിൽ എത്ര സെവീരിയസ് റിസർച്ച് അനലിസ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഫുൾ ലിസ്റ്റിംഗ് കിട്ടും. എനിക്കൊന്ന് ഫോർ എക്സാമ്പിൾ ആയിട്ട് 31 സംതിങ് കാണത്തുള്ളൂ കേരളത്തിൽ. അത് നമുക്ക് ഈസിലി അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഈസിലി അവരുടെ മൊബൈൽ നമ്പർ കിട്ടും, ഇമെയിൽ ID കിട്ടും, എല്ലാം കിട്ടും. ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻസ്റ്റാഗ്രാമിലായാലും മെറ്റയിലായാലും ഹ്യൂജ് ബാൻ നടക്കുന്ന ഒരു ടൈമാണ്. ഒരുപാട് പേരെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചെടുക്കുന്നുണ്ട്, റിവ്യൂ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെബിയുടെ ഭാഗത്തു നിന്നായാലും അതിനുള്ള മൂവ്മെന്റ്സ് ഭയങ്കര സ്പീഡിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ, അതായത് ഈ പറയുന്ന മാനേജ്മെന്റിന്റെ ഗൈഡൻസും കാര്യങ്ങളും അവർ ഈ റിസൾട്ട് വരുന്ന സമയത്താണെങ്കിലും ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുമ്പോഴൊക്കെ അവർ അനൗൺസ് ചെയ്യുമല്ലോ അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് അത് നമ്മൾ പൊതുവെ നമ്മൾ ഈ നടത്തിയിട്ടുള്ള സെഷനുകളിൽ അധികം സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ്. കോർപ്പറേറ്റ് ഗവേണൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മളൊരു കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ട്. കാരണം കോർപ്പറേറ്റ് ഗവേണൻസിൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് തോന്നിയിരിക്കുന്നത്. അത് ഈ നേരത്തെ പറഞ്ഞ കണക്കാണ്. അതായത് നമ്മൾ മാനേജ്മെന്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സിക്യൂഷൻ തന്നെയാണ്. ഒന്ന്, പുതിയ ടെക്നോളജി വരുമ്പോൾ അഡാപ്റ്റഡ് ആവുന്നുണ്ടോ. 2, ഒരു ഇഷ്യൂ വരുമ്പോൾ സോൾവ് ചെയ്യാൻ ആക്ഷൻ എടുക്കുന്നുണ്ടോ. 3, പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കി എത്രത്തോളം നടപ്പിലാക്കി എന്നുള്ളത്. 100% ഒരിക്കലും മേ ബി പോസിബിൾ അല്ലായിരിക്കാം. പക്ഷെ അതിന് എത്രത്തോളം കൂറ് അവർ കാണിച്ചിട്ടുണ്ട് ആ നടപ്പിലാക്കാൻ. പിന്നെ ഇത് ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഒരു കേസസ്. മാനേജ്മെന്റ് ക്വാളിറ്റിയിൽ അനലൈസ് ചെയ്യാൻ ഇത്രയും കാര്യം നോക്കിയാൽ മതി, അവർക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഇപ്പം പബ്ലിക്കലി കുറച്ച് സൈറ്റ്സുകളുണ്ട്. നമുക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കോഴ്സിൻ്റെയൊക്കെ നമുക്ക് റെക്കോർഡിങ്സ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കുന്നത് അനലൈസ് ചെയ്യുക. അവരെത്രത്തോളം പറയുന്നുണ്ട്, അവരെത്രത്തോളം കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അത് അവർ എടുത്തു പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന അവർ. ഇപ്പം ഓഫ്കോഴ്സ് ഞാനൊരു കാര്യം കഴിഞ്ഞ വർഷം വന്നിട്ട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് പറയും. ഞാൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഓഫ്കോഴ്സ് ഈ പറഞ്ഞ കണക്ക് അത് മിക്സ് ആക്കി അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ വഴിയില്ല. എന്തെങ്കിലും ഒരു ജെന്യൂൻ റീസൺ ആണെങ്കിലും ഐ വിൽ കോട്ട്, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, എനിക്കത് ഇന്ന കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അത് ഇന്ന രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഏതൊരു ബിസിനസ്സിലും ഏതൊരു മനുഷ്യൻ്റെയും, അത് പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ്സിലായാലും എല്ലാം ഇതൊരു കോമൺ പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യും ആ മാനേജ്മെന്റിന്റെ അടുത്ത്. പക്ഷെ അത് അവർ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് റെഡ് ഫ്ലാഗ് ആണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നമ്മളൊരു മാനേജ്മെന്റിന്റെ അകത്ത് വരുന്ന ഇഷ്യൂസ് അവർ എങ്ങനെ സോൾവ് ചെയ്തു, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എന്തായാലും വരും. ഒന്നിൽ കൂടുതൽ ഒരു 2 മനുഷ്യർ കൂടുമ്പോൾ തന്നെ ഒപ്പീനിയൻ ഡിഫറൻസ് ഉണ്ടാവും, അഭിപ്രായങ്ങൾ മാറ്റങ്ങളുണ്ടാവും. അത് എത്രത്തോളം അക്സെപ്റ്റൻസ് ചെയ്യുന്നു, അഡാപ്റ്റ് ചെയ്യുന്നു, അതെങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ സോൾവ് ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ ഒരു മാനേജ്മെന്റ് സ്കില്ലും കൂടെ അതിൽ വരും. ഇത്ര ഒരു മാനസികമായിട്ട് ഇപ്പം 2 പേഴ്സണൽ ആൾക്കാർ ഒരു റിലേഷൻ ആണെങ്കിൽ പോലും എന്തൊക്കെയായിരിക്കും അതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കൂട്ടായ്മ റൺ ചെയ്യുമ്പോഴും വരുന്ന കാര്യങ്ങൾ. അത് വേറൊരു രീതിയിലായിരിക്കുന്നേ ഉള്ളൂ. പല പ്രോബ്ലംസ് വേറെ ആയിരിക്കും. ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്നു, അത് വെച്ചിട്ടായിരിക്കും നമ്മളൊരു ടേക്ക് എടുക്കാന്ന്. ഇത് അത്രയും ഒരു കോമൺ സെൻസ് അപ്രോച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ടെക്നിക്കലായിട്ടൊന്നുമുള്ളതല്ല. ആ ഒരു കോമൺ സെൻസ് അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്, ക്വാളിറ്റി ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ. അപ്പം നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യാണ്ട് നമുക്കിപ്പോൾ ഓൾറെഡി റിസർച്ച് അനലിസ്റ്റുകളെ അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അത്യാവശ്യം നല്ല ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചും അവർ ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെയും നല്ലതും ചീത്തയും ഉണ്ടായിരിക്കുമല്ലോ. അതായത് വ്യാജ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അതല്ലാണ്ട് നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നവരുണ്ട്. അപ്പം ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമല്ലോ. അതായത് വ്യാജ ഇൻഫ്ലുവൻസേഴ്സിനെയും അതുപോലെ തന്നെ നല്ല ആളുകളെയും നെല്ലും പതിരും നമുക്ക് തിരിച്ചറിയാൻ പറ്റണമല്ലോ. അപ്പം അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ട്രേഡേഴ്സൊക്കെ ട്രേഡിങ് ചെയ്യുമ്പോൾ മിക്കവാറും കൂടുതലും അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചിട്ടായിരിക്കും നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ റിസർച്ച് അനലിസ്റ്റ് ടീമുകളിലേക്ക് വരുമ്പോൾ നമുക്ക് സെബിയുടെ ഭാഗത്ത് നിന്ന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ ഏത് സ്റ്റോക്സ് ആണ് വാങ്ങുന്നത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറേ ലിമിറ്റേഷൻസ് അനലിസ്റ്റുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു അനലിസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ 2 ചോദ്യമാണ്. ഒന്ന്, ഇൻഫ്ലുവൻസേഴ്സും
സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. 2 സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ അകത്ത് നല്ലതും ചീത്തയും എന്നുള്ളത് ആണെന്ന് തോന്നുന്നു എനിക്ക് ഉദ്ദേശിച്ചിട്ട് മനസ്സിലായത്. ആദ്യത്തെ പാട്ടിൽ വരുവാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത് ഈസിയാണ്. ഇന്നത്തെ ഒരു സെബിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഫുൾ ലിസ്റ്റിംഗ് കിട്ടും. അപ്പം എനിക്കൊന്ന് ഫോർ എക്സാമ്പിൾ ആയിട്ട് 31 സംതിങ് കാണത്തുള്ളൂ കേരളത്തിൽ. അത് നമുക്ക് ഈസിലി അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഈസിലി അവരുടെ മൊബൈൽ നമ്പർ കിട്ടും, ഇമെയിൽ ID കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഒരാൾ സെബി രജിസ്റ്റേർഡ് ആണോ, അത് ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം, ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷന്റെ ലോകമാണ്. എന്ത് ബിസിനസ് ചെയ്താലും കണ്ടന്റ് ക്രിയേഷൻ ഇല്ലെങ്കിൽ വളരത്തില്ല, അവരുടെ ബിസിനസ് വളരത്തില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ലോകം പോകുന്നത്. അത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇതാണ് ഫാക്ട്. അപ്പൊ അവിടെയാണ് കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് അത് അപ്രോച്ച് കിട്ടുന്നതും അവരുടെ വളർച്ച, ആ ഒരു സ്കില്ല് അവർ മോണിറ്റൈസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രധാന ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണോ അല്ലെങ്കിൽ അത് സെബി രജിസ്റ്റേർഡ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇങ്ങനത്തെ ലൈസൻസ് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒരാൾ വന്നിട്ട് ഞാൻ സെബി ലൈസൻസ്ഡ് ആണോ, അത് എന്തുവേണോ ആർക്ക് വേണോ ക്ലെയിം ചെയ്യാം. അത് ഉറപ്പുവരുത്തുക. സെബിയുടെ വെബ്സൈറ്റിൽ തന്നെ അത് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം അവരായിട്ട് ബിസിനസ് ഡീൽ ചെയ്യുക. അതൊരു വഴി. പിന്നെ സെബി രജിസ്റ്റേർഡിന്റെ അകത്ത് തന്നെ ഏതാണോ നല്ലത് നോക്കിക്കാൻ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കാനേ പറ്റത്തുള്ളൂ. അത് ഈ പറയുന്ന പേഴ്സണലി വന്ന് സംസാരിച്ച് അവരുടെ ഓഫീസായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ഇതുവരെയുള്ള ചെയ്ത എന്തൊക്കെ വർക്കുകളുടെ ഒരു ഡേറ്റ നോക്കുക, പരിശോധിക്കുക. അപ്പം എനിക്ക് മറ്റേ സെബിയുടെ റൂൾ പ്രകാരം നേരത്തെ പറഞ്ഞ സെബി ലൈസൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിയാനോ ഒന്നും പറ്റത്തില്ല. ഫുള്ളി റെസ്ട്രിക്ഷൻ അവൈലബിൾ ആണ്. ഏതിനും റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന അനലിസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സംസാരിക്കുന്നതിനായാലും എന്തൊക്കെയാണ് റിട്ടേൺ കൊടുക്കുന്നതായാലും ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ്. ഇൻഫ്ലുവൻസറെ സംബന്ധിച്ച് അതില്ല. അവർക്ക് എന്ത് വേണം സംസാരിക്കാം, എങ്ങനെ വേണം സംസാരിക്കാം. അതുകൊണ്ട് ആ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പൊ റിട്ടേൺ, ഇപ്പൊ ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് Nifty 50യുടെ റിട്ടേൺ പറയാം, സെൻസെക്സിന്റെ റിട്ടേൺ പറയാം, അതിലപ്പുറത്തേക്ക് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. എൻ്റെ സ്റ്റോക്ക് വന്നിട്ട് ഇത്ര തരും എന്നൊരിക്കലും പറയാൻ പറ്റും. പക്ഷെ ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ച് അതൊരു റെസ്ട്രിക്ഷൻ ഇല്ല. അവർക്ക് എന്തും പറയാം. കാരണം ഞാൻ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാ വർഷം ഓഡിറ്റിന് നിർബന്ധമാണ്. എപ്പം വേണോ സെബിക്ക് നമ്മുടെ പ്രൊമൈൻസിൽ വന്ന് ഓഡിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, റൈറ്റ് ഉണ്ട്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ അവർക്ക് സബ്മിറ്റ് ചെയ്യണം പീരിയോഡിക്കലി. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് അങ്ങ് ചുമ്മാ പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഓഡിറ്റിന് വിധേയം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്താൽ പോലും അല്ലെങ്കിൽ ഒരു ആഡ് കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് അവരുടെ അപ്രൂവൽ എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഫ്ലുവൻസേഴ്സ് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പം റൂൾസ് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അനലിസ്റ്റ് കമ്മ്യൂണിറ്റി എന്നല്ല ഞാൻ പറയുന്നത്, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻസ്റ്റാഗ്രാമായാലും മെറ്റയിലായാലും ഹ്യൂജ് ബാൻ നടക്കുന്ന ഒരു ടൈമാണ്. ഒരുപാട് പേരെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചെടുക്കുന്നുണ്ട്, റിവ്യൂ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെബിയുടെ ഭാഗത്തു നിന്നായാലും അതിനുള്ള മൂവ്മെൻറ്റ്സ് ഭയങ്കര സ്പീഡിൽ നടക്കുകയാണ്. മെറ്റയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ആഡ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് ആഡ് കൊടുക്കണമെങ്കിൽ ലൈസൻസ് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ഇപ്പം ഇവോൾവ് ആവേണല്ലോ. അപ്പം സെബി ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാം. അത് വാട്ടവർ. അപ്പം റിസർച്ച് അനലിസ്റ്റ് ആണെന്നില്ല, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആവാം, ആംഫിയുടെ ലൈസൻസ് ആവാം, അതനുസരിച്ചിട്ടുള്ള സംസാരമായിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം തന്നെ ഈ ഒരു വേവ് ലാസ്റ്റ് എനിക്കൊന്ന് റീസെൻ്റ് ആയിട്ട് ഒരു 2-3 വീക്സിലാണ് ഈ ഒരു വേവ് നടന്നിട്ടുണ്ട്. എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ നമുക്ക് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് മേജർ അക്കൗണ്ട്സുകൾ പോയിട്ടുണ്ട്. മേ ബി അനലിസ്റ്റ് ആയാലും പോവാം, പക്ഷെ നമ്മൾ അത് അനലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അത് അവരെ അപ്രോച്ച് ചെയ്ത് പ്രൂവ് ചെയ്താൽ മാത്രമേ തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഭാഗങ്ങൾ നമ്മുടെ സെബിയുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും ഒരുപാട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം എനിക്ക് മനസ്സിലായത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആയാലും റിസർച്ച് അനലിസ്റ്റ് ആയാലും ഇതായാലും എൻട്രി അവർ കുറച്ചും കൂടെ എളുപ്പമാക്കിയിട്ടുണ്ട്. വൺസ് അകത്താക്കി കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നത്. കാരണം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു സ്ലോലി ഇവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കാം. ഒരു ലൈസൻസ് ഇല്ലാത്ത ആരും ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. അപ്പം വൺസ് അപ്പം അവരുടെ ഒരു റഡാറിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഈസിലി ഇതിൻ്റെ അകത്ത് ആരാണ് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുള്ളത് ഐഡന്റിഫൈ എളുപ്പമാണ്. പക്ഷെ ഒരു ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് ഇത്രത്തോളം കൊണ്ട് അവർക്ക് എല്ലാവരെയും അതിൽ കയറി ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പം എനിക്ക് തോന്നുന്നു 99 അല്ലെങ്കിൽ 98-99% ആൾക്കാരും
ലൈസൻസ്ഡ് അല്ല ഇന്ന്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്ഷൻസ് എനിക്കൊന്ന് സെബിയുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ചേഞ്ചസ് ആണ്, ആ ഒരു ട്രാൻസിഷൻ ടൈമാണ് ആ ഒരു ഏരിയയിൽ. യെസ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് ഈ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ആശയത്തോട് എത്രത്തോളം എന്താണ് പറയാനുള്ളത് അവിനാസിന്? അതായത് പൊതുവെ ഇൻവെസ്റ്റേഴ്സിൽ മെജോറിറ്റി ആളുകളും അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിലും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും അവർ സ്വന്തമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാണല്ലോ. പൊതുവെ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോസിലാണെങ്കിലും എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായത്തോടു കൂടി മാത്രം തീരുമാനം എടുക്കുക എന്ന് പറയാം. പക്ഷെ അങ്ങനെ തീരുമാനം എടുക്കുന്നവർ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത് രണ്ട് രീതിയിൽ പറയാൻ പറ്റുന്നതാണ്. ഇപ്പം പേഴ്സണലി സംസാരിക്കുകയാണെങ്കിൽ ഒരു റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, അല്ലാതെ പേഴ്സണലി സംസാരിക്കുകയാണെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരുടെ ഹെൽപ്പ് വേണം എടുത്തോ. ഇപ്പം സെബി ലൈസൻസ്ഡ് ഉള്ള റിസർച്ച് അനലിസ്റ്റിൻ്റെ ഹെൽപ്പ് ആവാം, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ഹെൽപ്പ് ആവാം, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പ്, ഫിനാൻഷ്യൽ പ്ലാനേഴ്സിൻ്റെ ഹെൽപ്പ് ആവാം. എന്തെടുത്താലും ആരുടെ ഹെൽപ്പ് എടുത്താലും അവർ ചെയ്യുന്ന ലോജിക്കുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിട്ട് ചെയ്യാതെ, ഇപ്പം റിസർച്ച് അനലിസ്റ്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, വന്നിരുന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴായാലും അത് മനസ്സിലാക്കാൻ നോക്കുക, അത് പഠിക്കാൻ നോക്കുക. അവരെന്നെ സ്വന്തമായിട്ട് ചെയ്യണമെന്നല്ല, അത് അവരുടെ സമയവും ഇൻട്രസ്റ്റും അവർക്ക് സമയം ഉണ്ടെങ്കിൽ ഡിപ്പെൻസ് ആണ്. പക്ഷേ സ്റ്റിൽ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അവരുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ അവർ പഠിക്കാനും കൂടെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു കംപ്ലീറ്റ്ലി എന്താ പറയുക, ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നതെന്ന് പറയുന്നത് അവർ എന്താ പറയുക, ഇപ്പം ഞാൻ എവിടെയെങ്കിലും നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ആൾ എവിടെയെങ്കിലും എന്തെങ്കിലും നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു അപ്രോച്ചുണ്ട്. എല്ലാം ഭയങ്കര ടെക്നിക്കലല്ല. ഇതൊന്നും ഒരു റിസർച്ച് അനലിസ്റ്റ് ആയാലും ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് ആയാലും ഇതെല്ലാം ഒരു കോമൺ സെൻസ് അപ്രോച്ചാണ്. ആർക്കും ഒന്നും പ്രഡിക്കാനൊന്നും പറ്റില്ല ഏതാണ് ശരി എന്നുള്ളത്. പക്ഷെ ആ കോമൺ സെൻസ് അപ്രോച്ച് ഉണ്ട്, ഒരു രീതിയുണ്ട്, അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക, ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റാൻഡമായിട്ട് വെറുതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞ് ഒരിക്കലും അത് സക്സസ് ആകാൻ പോകുന്നില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം കൊടുക്കണം. മാർക്കറ്റ് താഴോട്ട് പോകുമ്പം അത് ഈക്വലി ബാലൻസ് ചെയ്യാൻ പറ്റണം. ഇതിലെല്ലാം ഏറ്റവും ഇപ്പം ഞാൻ ഒരു പുതിയ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരിക്കലും റിസർച്ച് അനലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിൻ്റെ ആ രീതിയിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ എളുപ്പമാണ്. നമുക്ക് ആവറേജ് ഔട്ട് ചെയ്യാനായാലും നമുക്ക് ഒരു ഹെഡേക്കോ ഒരു ഡിസിഷൻ മേക്കിങ്ങോ ഒരു പ്രോസസ്സിങ്ങോ വേണ്ട. നമുക്ക് എത്രത്തോളം വേണം ആ ഒരു എമൗണ്ട് നമ്മളിൽ എത്ര ഉണ്ട് അത് അതുപോലെ ഇട്ടാൽ മതി. സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ട. സ്റ്റോക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റ് ഡൗൺ ആയി, അത് 1 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആവറേജ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ടിൽ എനിക്ക് 10,000 ഉള്ളൂ ആവറേജ് ഔട്ട് ചെയ്യാൻ പറ്റും. രണ്ടിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഗെയിം മനസ്സിലാക്കുക. ആ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഇതിന്. മാർക്കറ്റ് ക്രാഷ് വരുമ്പം എങ്ങനെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം, ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു ആ അപ്രോച്ച് പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ഒരു സ്റ്റോക്കിലോട്ട് കയറണം. ആ സ്റ്റോക്കിലോട്ട് കയറുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ കുറച്ചും കൂടെ ഒരു ബുദ്ധി ഉപയോഗിക്കണം. ബ്രെയിൻ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പം അതിന് മുന്നേ ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിലൂടെ കയറി നമ്മൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക. ഓഫ് കോഴ്സ് ഇതെല്ലാം ഇൻട്രസ്റ്റിന്റെ പുറത്താണ്. ഒരാൾക്ക് മ്യൂച്വൽ ഫണ്ട് അല്ല, എനിക്ക് ചിലവർക്ക് കിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഞാനൊരു റിലയൻസിന്റെ ഒരു ചെറിയൊരു ഓണർഷിപ്പ് എടുക്കുമ്പോഴായിരിക്കും, ഷെയർ എടുക്കുമ്പോഴായിരിക്കും എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് മനസ്സിലാക്കുക. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു അനലിസ്റ്റുകളുടെയോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിൻ്റെയോ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുക, അവരുടെ കൂടെ ജേർണിയിൽ ജോയിൻ ചെയ്യുക. ചുമ്മാ ഒരാൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ പറഞ്ഞൊരിക്കലും അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല. അവരുടെ ജേർണിയിൽ കൂടെ പ്രൊഫഷൻ ഇപ്പോൾ ഒരു സർവീസ് എടുക്കുക. ആ സർവീസ് എടുത്തിട്ട് ആ സർവീസിലൂടെ പഠിക്കാൻ നോക്കുക കുറച്ച് നാൾ. അതിനുശേഷം അവരുടെ നിന്ന് ഡൗട്ടുകൾ ചോദിക്കുക. ഇപ്പം ഓഫ് കോഴ്സ് നമുക്ക് അപ്രോച്ച് ഉണ്ടെങ്കിൽ അവർക്ക് ഡൗട്ടുകൾ ചോദിക്കാം, സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചെടുക്കുക. അതനുസരിച്ചിട്ട് അവർ വളർന്നു വരിക എന്നുള്ളതാണ്. ആ ഒരു അഡ്വൈസാണ് എനിക്ക് പറയാനുള്ളത്. മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം റിസർച്ച് അനലിസ്റ്റുകളുടെയും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിൻ്റെലോട്ടൊക്കെ പോകുക എന്നുള്ളത്. യെസ്, താങ്ക് യു സോ മച്ച് സാർ ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്, പൈസ ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡിസിപ്ലിനാണ് ആദ്യം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ആ ഡിസിപ്ലിനോട് കൂടിയിട്ട് തന്നെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുക. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.